ബാർ കോഴക്കേസിൽ സർക്കാരിന് വീണ്ടും വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത്. തുടരന്വേഷണം സ്റ്റേ ചെയ്യാനാകില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. വിജിലൻസ് ഡയറക്ടർക്കും രൂക്ഷ വിമർശനമുണ്ട്. മാണിയുടെ വീടിനുള്ളിലേക്ക് പണം കൊണ്ടുപോയത് എന്തിനാണ് എന്ന് കോടതി ചോദിച്ചു. അന്തിമ വിധി തിങ്കളാഴ്ച മാത്രമാണ് ഉണ്ടാവുക. ഞങ്ങളുടെ പ്രതിനിധി NV ബാലകൃഷ്ണനാണ് സമഗ്രമായ വിവരങ്ങൾ ന്യൂസ് റൂമിൽ നിന്ന് നൽകിയത്. ഇപ്പോൾ ജോസഫ് വാഴക്കനമല്ലേ, അദ്ദേഹം കൂടി നമുക്കൊപ്പം നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, എങ്ങനെയാണ് കോടതിയുടെ നിരീക്ഷണത്തെ, കോടതി വിധിയെ കാണുന്നത്? വിധിച്ചിട്ടില്ലല്ലോ കോടതി. അതെ, തിങ്കളാഴ്ച അന്തിമ വിധി തിങ്കളാഴ്ചയാണ്. അത് വിധി വരുന്നതിന് മുമ്പ് നമുക്ക് ഏതെങ്കിലും ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതി ഊഹാഭോഗം അല്ലല്ലോ, തുടരന്വേഷണത്തിന് സ്റ്റേ ഇല്ലല്ലോ. അല്ല, അതൊക്കെ തിങ്കളാഴ്ചയാണ് അന്തിമ വിധി വരുന്നത്. അത് അവർ ഇതിനെ സംബന്ധിച്ചിടത്തോളം കോടതി ചില നിഗമനങ്ങൾ, ചില കമന്റുകൾ ഇറക്കി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് എന്താ സംഭവിച്ചത്? വിജിലൻസിന്റെ മാനുവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. കാരണം എത്രയോ കേസുകളിൽ താഴെ തട്ടിൽ നിന്നും തെളിവുകൾ ഉണ്ടായിട്ടും തെളിവുകൾ ഇല്ലാതെയും വരുമ്പോൾ അത് മുകളിലെത്തുമ്പോൾ അവർക്ക് ലീഗൽ ഒപ്പീനിയൻ കൂടി തേടിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ കൂട്ടായ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വിജിലൻസിൽ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. താഴെ തട്ടിൽ എഴുതിത്തള്ളാൻ തീരുമാനിക്കുന്നത് പലതും ഡയറക്ടർ കേസ് കൊടുക്കാൻ പറയും. അതൊക്കെ അങ്ങനെ എത്രയോ കേസുകളുണ്ട്. വിജിലൻസ് സാധാരണ പോലീസിന്റെ അന്വേഷണ രീതി പോലെ അല്ലല്ലോ, അതിനൊരു പ്രത്യേകമായ സംവിധാനം ഉണ്ടല്ലോ. അപ്പൊ അക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മൗലികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് ഈ നേരത്തെ നമ്മുടെ വിജിലൻസ് കോടതിയുടെ തീരുമാനപ്രകാരം. അതിന്മേലാണ് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇവർ വിജിലൻസ് ഇപ്പോൾ ഇതിനകത്ത് സാങ്കേതികമായി അന്തിമ വിധി തിങ്കളാഴ്ച എത്തും എന്ന് നമുക്ക് സാങ്കേതികമായി പറയാമോ? തിങ്കളാഴ്ചയാണ്. പക്ഷേ ഇതുവരെയുള്ള ഘട്ടത്തിൽ, ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ, പരാമർശങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയല്ലേ? കമന്റുകൾ വെച്ച് നമ്മളെങ്ങനെ ചർച്ച ചെയ്യുന്നത്? കോടതി ഒരു കാര്യം കോടതിയുടെ മുമ്പ് വരുമ്പോൾ ചില സംശയങ്ങൾ ചോദിക്കാം. ബന്ധപ്പെട്ട അഡ്വക്കേറ്റുമാരോട് ചില സംശയങ്ങൾ ചോദിക്കും. ആ സംശയങ്ങൾ ഉടനെ തന്നെ വലിയ ബ്രേക്കിംഗ് ന്യൂസായി കൊണ്ടുവന്നിട്ട് നമ്മൾ അതിന്മേൽ ചർച്ച നടത്തി കോടതി എന്താണ് നിശ്ചയിക്കുന്നതെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അതിന്മേലുള്ള അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്മച്ചുറാണ്, അത് വളരെ അപക്വമാണ് എന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ ചർച്ച പോലും ഇപ്പോൾ നടത്തുന്നത് ശരിയല്ല. വേണമെങ്കിൽ നിങ്ങൾ സന്തോഷത്തിന് ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ കൊടുക്കുക, അവിടെ നിർത്തുക എന്നുള്ളതല്ലാതെ അഭിപ്രായങ്ങൾ ചോദിച്ച് വെറുതെ കോടതി പറയാത്ത കാര്യത്തിന് കോടതിയുടെ തലയിലേക്ക് ഇതൊക്കെ നമ്മൾ ഇപ്പൊ കെട്ടിവെക്കേണ്ട കാര്യം എന്താ? ഇതിനകത്ത് വളരെ രസകരമായ ചില സംഗതികൾ കൂടിയല്ലേ. കാരണം ഒന്ന്, വിജിലൻസിന്റെ കീഴ്ക്കോടതിയുടെ വിധിയെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് അന്തിമമായൊരു വസ്തുത. മറ്റൊന്ന്, വിജിലൻസിന്റെ ഘടനയെ മോശപ്പെടുത്തും, അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന തരത്തിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരായ മോശം പരാമർശം മാറ്റുക എന്ന തരത്തിൽ കോടതിയെ സമീപിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് കേട്ടത്. പക്ഷേ തുടരന്വേഷണത്തെ തന്നെ എതിർക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഫലത്തിൽ ആരെ സഹായിക്കാൻ? ധനമന്ത്രി KM മാണിയെ സഹായിക്കാൻ. അങ്ങനെ വളരെ ഗൗരവതരമായ ചില ചോദ്യങ്ങൾ കൂടി ഇവിടെയില്ലേ ശ്രീ ജോസഫ് വാഴക്കൻ? അതങ്ങനല്ല. വിജിലൻസിന്റെ അവരുടെ മാനുവൽ അനുസരിച്ച് അവർ ചെയ്തിരിക്കുന്ന ഒരു തീരുമാനത്തെ അത് ശരിയല്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ താഴെത്തട്ടിൽ ഏതൊക്കെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണെങ്കിലും അദ്ദേഹം എഴുതിക്കൊണ്ട് വരുന്നതിനെ ഒരു വിശകലനം നടത്താൻ വിജിലൻസ് ഡയറക്ടർക്കോ വിജിലൻസിന്റെ ലീഗൽ ഓഫീസർമാർക്കോ അധികാരമില്ല എന്നുള്ള നിലയിൽ വരുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ സമീപിച്ചിരിക്കുന്നത്. അത് വരുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കേസിന്റെ പശ്ചാത്തലത്തിലാവുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി സംസാരിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ മാണി സാറിനെ സംരക്ഷിക്കാനാണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ ഈ വിജിലൻസ് ഡയറക്ടർ മാനുവൽ ധിക്കരിച്ചു എന്ന് കോടതി നിരീക്ഷണം നടത്തിയത് എന്തായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? അത് തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കുമ്പോഴല്ലേ ബാക്കി കാര്യം അറിയാൻ കഴിയുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമല്ലേ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് തെളിവുകൾ ശേഖരിക്കാനായി വിടുന്നതാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരെങ്കിലും സ്വാധീനിക്കപ്പെട്ടാൽ അദ്ദേഹം ഏകപക്ഷീയമായി അതല്ലെങ്കിൽ ഒട്ടും നിയമപരമായി നിലനിൽക്കാത്ത ചില തെളിവുകളുമായിട്ട് വരും. അങ്ങനെയൊക്കെ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇതൊരു അഴിമതിയുടെ കേസാണ്. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിൽ അഴിമതിക്ക് വേണ്ടി ഇപ്പൊ പണം ആവശ്യപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പൊ ഈ രണ്ടും ഈ കേസിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. മുൻ നിയമമന്ത്രി കൂടിയായ ശ്രീ എം വിജയകുമാർ, അദ്ദേഹം കൂടി നമുക്കിപ്പോൾ നിലവിൽ ടെലിഫോൺ ലൈനിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ്, താങ്കളുടെ സാന്നിധ്യം ആവശ്യമുള്ളത് കൂടിയാണ്. ശ്രീ എം വിജയകുമാർ, ജോസഫ് വാഴക്കൻ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് കോടതി പരിഗണിക്കുന്ന സമയത്ത് ഉന്നയിക്കുന്ന ചില സ്വാഭാവികമായ നിരീക്ഷണങ്ങൾ മാത്രമാണ്, അന്തിമ വിധി തിങ്കളാഴ്ച വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇത് യാതൊരു തരത്തിലുള്ള തിരിച്ചടിയുമല്ല എന്നാണ്. ശ്രീ എം വിജയകുമാർ, അത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ധനകാര്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒക്കെ ഇതിനകം പ്രകടിപ്പിച്ച ഒരു
വികാരം അല്ലെങ്കിൽ നിലപാട് പോലെ ഉള്ളൊരു നിലപാടാണ് ശ്രീ വാഴക്കൻ ഇവിടെ സൂചിപ്പിച്ചത്. ഇത് തിരിച്ചടി അല്ലെങ്കിൽ പിന്നെ ഏതാണ് തിരിച്ചടി എന്ന് ഒന്ന് സാമാന്യമായിട്ട് പറഞ്ഞു തന്നാൽ മനസ്സിലാവും. ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതിപ്പോൾ കോടതിയിൽ നിന്ന് തന്നെയുള്ള കോടതിയുടെ നിലപാട് അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം തന്നെ തികച്ചും നിയമപരമായിട്ടുള്ള ഒരു നിലപാടാണ്. അത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ഒരു താൽക്കാലിക സ്റ്റേയോ മറ്റു നടപടികളോ ഉണ്ടാകേണ്ടതായിരുന്നു. ഈ കേസ് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവോട് കൂടിയിട്ടുള്ള കേസ്. തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ ഈ തെളിവ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന എവിടെയെന്ന് ചോദിക്കുന്നത് പോലെയാണ് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നത്. ഇത് വളരെ വ്യക്തമായി കോടതിയുടെ വിജിലൻസ് കോടതിയുടെ ആ വിധി എന്ന് പറയുന്നത് തന്നെ സ്വയം വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഒരു ഒരു ഒഴുക്കൻ മട്ടിലുള്ള വിധിയല്ല. ആ കേസിന്റെ നടപടികൾ സംബന്ധിച്ച് സൂക്ഷ്മമായി പരിശോധന നടത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വിധിയാണ്, പ്രസ്താവനയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഒരു നിയമവും നിയമവാഴ്ചയും ഒക്കെയാണല്ലോ നമ്മളെ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനോട് നിയമവാഴ്ചയോട് തന്നെ അല്പമെങ്കിലും അതിനോട് നീതി പുലർത്തുമെങ്കിൽ ഒരു നിമിഷം പോലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർ ആ സ്ഥാനങ്ങളിൽ തുടരാൻ പാടില്ല. എന്താണ് അവരുടെ നിലപാടെന്ന് നമുക്ക് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ജനങ്ങൾ വളരെ ഉത്കണ്ഠയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. ഒരു വിജിലൻസിന്റെ മേധാവിയായിട്ടുള്ള ആള് തന്നെ ധാർമ്മികതയുടെ പേരിൽ ആ സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അതിനേക്കാൾ അവർക്ക് പോലും മാതൃകയാകേണ്ട നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ മന്ത്രിമാര് ഒരു നിമിഷം പോലും അതിൽ തുടരാൻ പാടില്ലാത്തതാണ്. ധാർമ്മികത എന്ന് പറയുന്നത് തന്നെ ധാർമ്മികത വ്യക്തിപരമായ കാര്യമല്ലല്ലോ. ധാർമ്മികത എന്ന് പറയുന്നത് ധാർമ്മികത നമ്മുടെ ഒരു വിശ്വാസ പ്രമാണമായിട്ട് നാം അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇത് വീണ്ടും അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇനി അല്പവും ആലോചിക്കാതെ സ്ഥാനത്ത് നിന്ന് ഒഴിവാകേണ്ടതാണ്. അല്ലെങ്കിൽ അതെ, ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സുപ്രീം കോടതി വിധികൾക്കും വിപരീതമായി വിജിലൻസ് ജഡ്ജി പറഞ്ഞ വിധിയെ തള്ളിക്കളയുമെന്നും അത് മേൽക്കോടതിയിൽ ഒരുപക്ഷെ ഈ വിജിലൻസ് ജഡ്ജിയുടെ വിധിയെ രൂക്ഷമായി വിമർശിക്കും എന്ന് പോലും ആയിരുന്നു AG ഒരർത്ഥത്തിൽ ധനമന്ത്രി കെ മാണിക്ക് ഉപദേശം നൽകിയിരുന്നത്. അതിന്റെ ബലത്തിൽ കൂടിയാണ് അദ്ദേഹം നിലവിൽ ഇതുവരെ പിടിച്ചു നിന്നത്. ഇനിയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കും എന്നുകൂടിയാണ് പരിഗണിക്കേണ്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടിയന്തരമായി കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം തിരുവനന്തപുരത്ത് കൂടിയിട്ടുണ്ട്. ധനമന്ത്രി കെ മാണിയുടെ വസതിയിൽ അവരുടെ യോഗം, മാണി ഗ്രൂപ്പിന്റെ യോഗം കൂടി. അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വളരെ ഗൗരവതരമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു രാജിയെ സംബന്ധിച്ച്. കുറഞ്ഞപക്ഷം ഈ നിയമമന്ത്രി സ്ഥാനം എങ്കിലും ഒഴിയാനുള്ള സന്നദ്ധത അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമോ, എങ്ങനെയാകുമെന്നാണ് കരുതുന്നത്? നിയമമന്ത്രി സ്ഥാനം ഒഴിയുന്നതിനർത്ഥമില്ല അധികാരത്തിൽ. കാരണം ഇപ്പൊ വിജിലൻസ് എന്ന് പറയുന്നത് ഇതിനൊക്കെ നേതൃത്വം വഹിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ, ഭരണഘടനാ സ്ഥാപനമാണല്ലോ സർക്കാർ എന്ന് പറയുന്നത്. സർക്കാർ അതിന്റെ ഭാഗമായിട്ട് തുടർന്ന് പോകാൻ പാടില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം തീർച്ചയായിട്ടും. അതിന് നിയമമന്ത്രി എന്നുള്ള വകുപ്പ് മാത്രം ഒഴിഞ്ഞാൽ പോരാ. ആ മന്ത്രിസ്ഥാനം തന്നെ അതിൽ നിന്ന് മാറി നിൽക്കണം. സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, നിയമവാഴ്ചയ്ക്ക് ഉള്ള അവസരം നൽകണം. അതിന് ഇടംകൂടിടുന്ന രൂപത്തിൽ ഒരിക്കലും എങ്ങനെയാണ് ഒരു മന്ത്രിയെ സംബന്ധിച്ച് ഒരു തുടരന്വേഷണം മന്ത്രിസ്ഥാനത്തിൽ നടത്തുക? ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും വേറെ ന്യായീകരണങ്ങളൊന്നുമില്ല. കേരളത്തിലാണെങ്കിൽ എത്രയോ ഉദാഹരണങ്ങൾ ഈ സർക്കാരിന്റെ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണല്ലോ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഈ പ്രതിയാകാം അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാം. വളരെ നന്ദി ശ്രീ എം വിജയകുമാർ. സമയപരിമിതി ഉള്ളതുകൊണ്ട് കൂടിയാണ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി. ഒപ്പം ശ്രീ ജോസഫ് വാഴക്കൻ MLA.